ഹായ്, നമ്മളിന്നേ ഇഡ്ഡലി ദോശ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബാറ്റർ മിക്സിയിൽ എങ്ങനെ അരയ്ക്കാം. അപ്പം മിക്സിയിൽ അരയ്ക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഗ്രൈൻഡറിൽ അരയ്ക്കണ പോലെ അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പം ഇന്ന് എങ്ങനെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിനൊരു ട്രിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെ വെള്ളം, സാധാരണ വെള്ളം ഞാൻ ഉദ്ദേശിച്ചത് തണുത്തല്ല, പിന്നെ ഫ്രിഡ്ജിലത്തെ തണുപ്പിച്ച വെള്ളം, ഐസ് ഇതൊക്കെ ഇട്ടിട്ടാണ് അതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആക്കിയിട്ട് അരച്ചൊക്കെ എടുക്കുക. അതായത് ചൂട് തീരെ പാടില്ല എന്ന് പറയും. ഞാൻ നേരെ തിരിച്ചാണ് ഇന്ന് ചെയ്യാൻ പോണത്. അതായത് നല്ല തിളച്ച വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് കുതിർത്തണം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചേർക്കുന്നത് പച്ചരി. ഇത് പച്ചരി കേട്ടോ ആണ്. ഇത് പച്ചരി 1 കപ്പ്. ഏത് പച്ചരി എടുക്കുക കേട്ടോ, റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയതാ എന്താണെന്ന് വെച്ചാൽ ഏത് പച്ചരി ആയാലും എടുക്കുക. പിന്നെ വേണ്ടത് പുഴുക്കലരി. വേണ്ട പുഴുക്കലരി നമുക്ക് എത്ര ഗ്ലാസ് വേണം നോക്കാം. 1 2 ഏത് തരം, അതായത് നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി ഉപയോഗിക്കുക. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കപ്പ്. എപ്പോഴും കപ്പ് എടുക്കുമ്പോൾ ഒരേ മെഷർമെൻറ്റ് കപ്പ് എടുക്കുക കേട്ടോ എല്ലാത്തിനും കേട്ടോ. ഉഴുന്ന് നല്ല ബോള് പോലത്തെ ഈ ഉഴുന്ന്. അപ്പോൾ ഈ ഉഴുന്നും ഈ പച്ചരിയും പുഴുക്കലരിയും കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം കേട്ടോ. നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. കളറ് കഴുകി കൊണ്ടുവരട്ടാ. തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിരക്കെ നിരക്കെ ഒരു ഇത്തിരി മുകളിലായിട്ട് നിരക്കണം. എന്നിട്ട് അടച്ച് ഇനി ഇതൊരു 6 മണിക്കൂറോളം ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ച് എടുക്കാനായിട്ട് ഇത് കുതിർന്നിട്ടുണ്ട് നന്നായിട്ട്. ഇത് നന്നായിട്ട് ഒന്ന് അരച്ച് മിക്സിയിൽ അരച്ചെടുക്കണം. അതിൽ മുന്നായിട്ട് 1 കപ്പ് ചോറ്. ഞാനിപ്പോൾ വീട്ടിൽ വെക്കുന്ന ചോറ് തന്നെ ഇട്ടു. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിക്ക് വല്ലാണ്ട് കളറൊന്നും കിട്ടില്ല, കാരണം കുത്തരി ചോറാണ് കേട്ടോ. അത് നിങ്ങൾ വെള്ള റൈസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്ക് നല്ല കളർ കിട്ടും കേട്ടോ. എൻ്റെ ഇഡ്ഡലിക്ക് അത്ര കളർ കിട്ടില്ല, കുത്തരി ആയതുകൊണ്ട്. ഇവിടെ എല്ലാവരും അത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം അരച്ച് ഒന്നിച്ച് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലാണ് കേട്ടോ അരച്ചത്, അറിയാലോ. അപ്പം അത് നന്നായിട്ട് അടിക്കുക. വേണ്ട ഇങ്ങനെ നമ്മൾ കേക്കിൻ്റെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൈയിട്ടാണ് ശരിക്കും ചെയ്യേണ്ടത്. അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പാത്രം കൊണ്ട് ഞാൻ അടച്ചു വെച്ചു. ഇനി രാവിലെ കാണാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ നേരം വെളുത്തപ്പോൾ ഇതുവരെ അവസ്ഥ എന്താന്ന് നോക്കിയേ. പൊന്തി, നല്ല പോലെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടന്നുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലാട്ടാ നമ്മൾ അരച്ചത്, അന്ന് കുതിർത്തി വെച്ചത്. അത് ഓർമ്മ വേണം. എപ്പോഴും പറയും ഉഴുന്നിൽ ചൂടുവെള്ളം ഒഴിക്കരുതെന്നൊക്കെ പലരും പറയാം. ഞാനത് തല കീഴാക്കി. അപ്പം ഇതിൽ കോരി ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുത്ത് എങ്ങനെ ഉണ്ടാവുന്നു നോക്കാം. സ്റ്റീം കയറ്റിയെടുത്ത് അപ്പോഴേക്കും നമുക്ക് ഇത്തിരി ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കുറച്ച് സബോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി, മടിച്ചികളാണെങ്കിൽ സബോളയും, മടിയില്ലാത്തവരാണെങ്കിൽ ചെറിയ ഉള്ളി. ഞാനിപ്പോൾ ഏതിലിപ്പോൾ ഇടുന്നു നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇഡ്ഡലി കണ്ട പൊന്തി വന്നിട്ടുണ്ട്. കളർ കുറച്ചും കൂടെ കൂടുമായിരുന്നു. നമ്മൾ കുത്തരിയല്ലേ ഉപയോഗിച്ചേ, അതാണ് കേട്ടോ. പിന്നെ കണ്ട നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ അടർത്തിയെടുക്കാൻ ഈസിയാണ് കണ്ട. നല്ല ഇഡ്ഡലിയാണ്, പൂ പോലത്തെ ഇഡ്ഡലിയാണ്. എല്ലാവരും പറയും ഞാൻ ഉണ്ടാക്കുന്നത് പൂ പോലെ, പക്ഷേ ഇത് പൂ പോലെ തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും കഴിച്ചവരൊക്കെ പറഞ്ഞു നല്ല സോഫ്റ്റാണെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ ഈ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്ന പരിപാടി നേരത്തെ തന്നെ ചെയ്തിരുന്നതാണ്. ഉഴുന്ന് ഒക്കെ നേരം വൈകും ഞാൻ വെള്ളത്തിലിടാനൊക്കെ. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരിയ ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് കുതിർത്തി വയ്ക്കും. അങ്ങനെയാണ് പതിവ്.
എന്നാലും എനിക്ക് പൊന്തി കിട്ടാറൊക്കെ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതേ സവോള വാട്ടിയത് ഇതേ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നാളികേരിടാം. വെളുത്ത ചട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നല്ല സ്വാദാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അതിലധികം എരിവുണ്ടാവില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. എരിവിനായിട്ട് ഇതിൽ പച്ചമുളകൊന്നും കൂട്ടണില്ല. പിന്നെ പൊട്ടുകടലയ്ക്ക് പകരം കാഷ്യൂസ് ആയാലും ഇടാം. കുറച്ച് പെരിഞ്ജീരകം, അതല്ലെങ്കിൽ ഒരു അല്ലി വെളുത്തുള്ളി, അതിനെ ഒരു കുത്തമണം മാറിക്കിട്ടാനാണ്. പിന്നെ അരയ്ക്കാൻ പാകത്തിന് പാലൊഴിച്ചു കേട്ടോ. തേങ്ങാപ്പാലല്ല, പശുമ്പാലാണ് ഞാൻ ഒഴിച്ചത്. പിന്നെ അതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല. അത് അരച്ച് കൊണ്ടുവന്നതിലേക്ക് നമ്മൾ വറവിട്ടു, കടുക്, ഉലുവ, വറമുളക്, കറിവേപ്പില ഒക്കെ. എന്നിട്ട് അരച്ച് കൊണ്ടുവന്നു. ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. എന്നിട്ട് ഇത് ഇഡ്ഡലിയിൽ ഇട്ട് കൊടുത്തു. നമ്മൾ ഇനി ഇഡ്ഡലി ഇത് മുക്കിയിട്ട് കഴിക്കാം. ഇതിൽ ഫുൾ ഒഴിക്കണം നിറച്ച്. എന്നിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ ഭയങ്കര സ്വാദാണ് കേട്ടോ. ഇത് ദോശയ്ക്കായിക്കോട്ടെ ഇഡ്ഡലിക്കായിക്കോട്ടെ സെയിം ബാറ്റർ തന്നെ മതി. ഒരു ദിവസം ചെല്ലുന്തോറും അത് സോഫ്റ്റായി കൊണ്ടേയിരിക്കും. നല്ല രുചിയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ മുന്നേ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. നേരിയ ചൂടുള്ളിടത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കോരി ഒഴിച്ച് ചുടാനായിട്ട് സാധിക്കും. ഫ്രിഡ്ജിൽ നിന്ന് അപ്പം തന്നെ എടുത്ത് ചുടണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് വെക്കാൻ. വെച്ചതിന് ശേഷം നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുക. അതായത് നല്ല രുചികരമായ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. ഓക്കെ, വീണ്ടും കാണാം. ബൈ.